2026 PSC പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാന ചോദ്യങ്ങൾ പാർട്ട് 1 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ആരാണ്? 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലെ മുഖ്യ അതിഥി ആരായിരുന്നു? നോക്കാം. ഇമ്മാനുവൽ മാക്രോൺ. 2024 ജനുവരി 26 75ാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആഘോഷിച്ചത്. അന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2024 പ്രധാന പ്രമേയങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി, വികസിത് ഭാരത്, ഇവയാണ് അന്നത്തെ പ്രമേയങ്ങൾ. അപ്പോൾ 2024 മുഖ്യാതിഥി ആരായിരുന്നു? ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ ഒന്ന് നോക്കാം. 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2026 നമ്മൾ ആഘോഷിച്ചത്. പ്രധാന വേദി ഏതായിരുന്നു? ഡൽഹിയിലെ കർത്തവ്യ പഥായിരുന്നു പ്രധാന വേദി. അന്നത്തെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് ദിനത്തിന്റെ ആശയം വികസിത് ഭാരത് എന്നാണ്. വന്ദേ മാതരം ആലാപനത്തിന് 150 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണാർത്ഥമാണ് 2026 റിപ്പബ്ലിക് ദിന ആഘോഷം നടന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത ആരാണ്? അത് ജയവർമ്മ സിൻഹയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ജയവർമ്മ സിൻഹ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? പൂനെ മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഭിക്ഷാടന മുക്ത നഗരം ബഗർ ഫ്രീ സിറ്റി ഇൻഡോറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025 നവംബർ 1 പ്രഖ്യാപിച്ചത്. ആദ്യ നിയോജക മണ്ഡലം ധർമ്മടമാണ്. റോബോട്ടിക്സ് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. എല്ലാ സർക്കാർ വകുപ്പുകളിലും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അതും കേരളത്തിലാണ്. അംഗപരിമിതർക്കായി നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ നഗരം സോളാർ സിറ്റി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ നഗരം സോളാർ സിറ്റി അത് സാഞ്ചിയാണ്. സാഞ്ചി മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ മിഷൻ ആരംഭിച്ച സംസ്ഥാനം അത് ഗുജറാത്തിലാണ്. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന ബന്ധപ്പെട്ടിരിക്കുന്നത് സൗരോർജവുമായിട്ടാണ്. സോളാർ എനർജിയുമായി ബന്ധപ്പെടുന്നു. സോളാർ പാനലുകളുടെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? അത് സിലിക്കൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പ്രവർത്തന ബോട്ട് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ സൗരോർജ പ്രവർത്തിത വിമാനത്താവളം എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ നഗരം സാഞ്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ പ്രവർത്തിത ഗ്രാമം ഏതാണ്? ധർണായ് ബീഹാറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ട്രെയിൻ സർവീസ് ഏതാണ്? ഡെമു എക്സ്പ്രസ് ആണ്, ഡൽഹി ടു ഫരീദാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവേർഡ് സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ്? അത് ഗുജറാത്തിലെ മൊധേരയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ഓംകാരേശ്വർ മധ്യപ്രദേശിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ജില്ല ഏതാണ്? അത് മലപ്പുറത്താണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ സർവകലാശാല ക്യാമ്പസ് ഏതാണ്? അത് കാലിക്കറ്റ് സർവകലാശാല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ സർവകലാശാല ക്യാമ്പസ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സർവേദ് മഹാമന്ദിർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാരണാസിയിലാണ് ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? അത് എൽദോസ് പോൾ ആണ്. അദ്ദേഹം ഒരു ട്രിപ്പിൾ ജമ്പ് താരമാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയത് എൽദോസ് പോൾ ആണ്. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് എൽദോസ് പോൾ ആണ്. കോമൺവെൽത്ത് സ്വർണം നേടിയ ആദ്യ മലയാളി ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? അത് എൽദോസ് പോൾ ആണ്.
2022 അർജുന അവാർഡ് ജേതാവ് എൽദോസ് പോൾ ആണ്. ഇന്ത്യൻ നാവികസേനയിലാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത്. 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ജേതാവ് എൽദോസ് പോൾ ആണ്. ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലാണ് അദ്ദേഹം ശ്രദ്ധേയമായ ഈ നേട്ടം വഹിച്ചത്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ്? ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 1, 2 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നിരിക്കുന്നു. ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയ ആണ്. ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളർ ആണ്. ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. നിലവിലെ CEO നിധി ചിബ്ബർ ആണ്. നിലവിലെ വൈസ് ചെയർമാൻ 2026 ആരാണ്? അത് അശോക് ലാഹിരിയാണ്. നിലവിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ചോദ്യം. നിലവിലെ CEO നിധി ചിബ്ബർ ആണ്. നിലവിലെ വൈസ് ചെയർമാൻ അശോക് ലാഹിരിയാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3 ചോദ്യങ്ങളും ഓർക്കണം. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജമീമ റോഡ്രിഗസ് ആണ് 2025 നയിച്ചത്. ICC വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2025 വേദി ഇന്ത്യയും ശ്രീലങ്കയുമായിരുന്നു. ഫൈനലിൻ്റെ വേദി നവി മുംബൈ ആയിരുന്നു. ഔദ്യോഗിക ഗാനം ബ്രിങ് ടു ഹോം എന്നതാണ്. ജയിച്ചത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുടെ ആദ്യ വനിതാ ലോകകപ്പ് കിരീടം ആണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മ. പ്ലെയർ ഓഫ് ദി ഫൈനൽ ഷഫാരി വർമ്മയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. കോച്ച് വിമോൽ മജുംദാർ. ഇന്ത്യ 4ാം തവണയാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. 1978, 97, 2013, 2025 എന്നീ വർഷങ്ങളിൽ. ഏറ്റവും കൂടുതൽ വനിതാ ലോകകപ്പ് നേടിയ ടീം ഓസ്ട്രേലിയയാണ് 7 തവണ. വനിതാ ലോകകപ്പ് നേടുന്ന 4ാമത്തെ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാമത് വിക്ഷേപമായി അടയാളപ്പെടുത്തുന്നത്? NVS-02 ആണ് ISROന്റെ 100ാമത് വിക്ഷേപണം. 2025 ആദ്യ വിക്ഷേപണമാണ് NVS-02 എന്ന പ്രത്യേകതയുണ്ട്. NVS-02 വിക്ഷേപിച്ച തീയതി 2025 ജനുവരി 29 ഉപയോഗിച്ച വിക്ഷേപണ വാഹനം GSLV F-15 ആണ്. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ദൗത്യത്തിന്റെ ലക്ഷ്യം വിക്ഷേപണത്തെ ജിയോ സിൻക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റലിൽ സ്ഥാപിക്കലാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നടന്ന ഈ 100ാമത്തെ ബഹിരാകാശ വിക്ഷേപണം വിട്ടത്. 2025 ISRO നടത്തിയ ആദ്യ ദൗത്യം. NVS സീരീസിലെ 2ാമത്തെ ഉപഗ്രഹമാണിത്. മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ ആണ്. ISRO അധ്യക്ഷൻ നിലവിൽ വി നാരായണൻ ആയിരുന്നു. ഉപഗ്രഹ വിഭാഗം നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. 2250 കിലോഗ്രാമാണ് NVS-02ന്റെ ഭാരം എന്നത്. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ ആണ്. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാജ്യം ഏതാണ്? ഏറ്റവും ദരിദ്രമായ 2025 ഇൻഡെക്സിലെ രാജ്യം സൊമാലിയ ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. 1ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യ 2025 115 ആണ്. 1ാം സ്ഥാനം ഐസ്ലാൻഡ് ആണ്. ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചറിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം 5 ആണ്. 1ാം സ്ഥാനം നിലവിലുള്ളത് അമേരിക്കയാണ്. ആഗോള ഭീകരവാദം ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യ 2025 14 ആയിരുന്നു. 1ാം സ്ഥാനം ഐസ്ലാൻഡ് ആണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള പട്ടിണി സൂചിക
ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇന്ത്യ 102-മതായിരുന്നു. 1-ാം സ്ഥാനം ബെലാറസ് ആണ്. ഏറ്റവും പുറകെ സൊമാലിയ ആയിരുന്നു. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്, ലോക സന്തോഷ റിപ്പോർട്ട് 2025 ഇന്ത്യ 118-മത് സ്ഥാനമാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2025 ഇന്ത്യ 85-മതാണ്. ആഗോള ഇന്നൊവേഷൻ സൂചിക 2025 ഇന്ത്യ 38-മത് സ്ഥാനമാണ്. 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിനായിരുന്നു. സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യ 99ആയിരുന്നു. 1-ാം സ്ഥാനം ഫിൻലാൻഡ് ആയിരുന്നു. കറപ്ഷൻ, അഴിമതിയിൽ ഇന്ത്യ 96-മത്തെ സ്ഥാനമായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? അത് PT ഉഷയാണ്. ആദ്യ ഗോത്രവർഗ വനിതാ രാഷ്ട്രപതി ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. 15-മത്തെ രാഷ്ട്രപതി. കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ ആണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സരാഭായ്. UN വുമൺ മുൻ ഗുഡ്വിൽ അംബാസിഡറും IOA പ്രസിഡന്റുമായ വ്യക്തി PT ഉഷ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടി. വിഴിഞ്ഞം തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S അയ്യർ. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. 15-മത് വ്യക്തി. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? വീരമുത്തുവാണ് നേടിയത്. ജ്ഞാനപ്പാന 2025 നേടിയത് KP ശങ്കരൻ ആണ്. ജ്ഞാനപീഠം 2025 വൈരമുത്തുവാണ് നേടിയത്. വയലാർ അവാർഡ് നേടിയത് E സന്തോഷ് കുമാർ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്ക്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരൻപിള്ളയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് മേതിൽ രാധാകൃഷ്ണൻ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ നേടിയത് സന്ധ്യ മേരിയാണ്. കൃതി മരിയ ജസ്റ്റ് മരിയ. ബുക്കർ പ്രൈസ് 2025 ഡേവിഡ് സാലയാണ് നേടിയത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2026 നേടിയത് അരുന്ധതി റോയാണ്. അരുന്ധതി റോയുടെ കൃതി മദർ മേരി കംസ് ടു മീ എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സ്കൂൾ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? അത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലാവൻഡർ ഫാം സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലാവൻഡർ ഫാം സ്ഥാപിതമായത് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ഓപ്ഷൻ C ജമ്മു കാശ്മീരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാവൻഡർ ഫാം. പ്രൊജക്ട് കുഷ എന്തുമായി ബന്ധപ്പെടുന്നു? വ്യോമ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെടുന്ന പദ്ധതിയാണ് പ്രൊജക്ട് കുഷ എന്നത്. അപ്പോൾ 2025 പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാന പദ്ധതികൾ നോക്കാം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരെന്താണ്? അത് സഹജ ആണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് അമൃതം ആരോഗ്യമാണ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം എന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീയുടെ ഒപ്പമാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശലഭം എന്നതാണ്. ആക്രമണങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും 24 മണിക്കൂറും സഹായവും താൽക്കാലിക അഭയവും നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം എന്ന പദ്ധതി. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും മുൻനിർത്തി കേരള വനിതാ ശിശു വികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ എന്ന പദ്ധതി. SSLC, +2 പരീക്ഷകൾ അടുത്തിരിക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കേരള പോലീസ് ആവിഷ്കരിച്ച ഏകീകൃത ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ഏതാണ്? അത് ചിരി എന്നതാണ്. ചിരിയാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് തിയേറ്റർ എവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? അത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് തിയേറ്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്.
ISO 901/2015 സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്ന് ഏതാണ്? അത് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിൽ ആദ്യമായി ഒരേ ദിവസം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നേടിയ നഗരസഭ ശ്രീകണ്ഠപുരമാണ്. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെന്റർ എവിടെയാണ്? ഇത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് ടീച്ചർ ഏതാണ്? ഐറിസ് ആണ്. ഇന്ത്യയിലെ ആദ്യ പേപ്പർലെസ് കോടതി സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിലെ ആദ്യ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ്. സമഗ്ര PBR അപ്ഡേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? തഴക്കര, ആലപ്പുഴയാണ്. 2023 ഫിഫ വനിതാ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം സ്പെയിനാണ് 2023 ഫിഫ വനിതാ ലോകകപ്പ് കിരീടം നേടിയത്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് വിജയിച്ചത് സ്പെയിനാണ്. ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയയാണ്. ഫിഫ വനിതാ ലോകകപ്പ് 2023 മുദ്രാവാക്യം എന്താണ്? ബിയോണ്ട് ഗ്രേറ്റ്നസ്, മഹത്വത്തിനപ്പുറം എന്നതാണ്. 2023 ഫിഫ വനിതാ വേൾഡ് കപ്പിലെ 3ാം സ്ഥാനത്തെത്തിയ രാജ്യം ടീം സ്വീഡന്റേതാണ്. ആകെ എത്ര ടീമുകളാണ് 2023 വനിതാ ഫുട്ബോളിൽ പങ്കെടുത്തത്? 32 ആണ്. ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് 2023 ഔദ്യോഗിക ചിഹ്നം തസുനിയാണ്.